നിങ്ങളുടെ ഊർജം ചോർത്തിക്കളയുന്ന, വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാളുടെ കൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? നിർഭാഗ്യവശാൽ തിന്മ പുരാണങ്ങളിലോ സിനിമകളിലോ മാത്രമല്ല നിലനിൽക്കുന്നത്. അത് യഥാർത്ഥമാണ്. അത് നമ്മെ ചുറ്റിപ്പറ്റിയാണ്. അതിലുപരി അസ്വസ്ഥതയുണ്ടാക്കുന്ന, അത് പലപ്പോഴും സൂക്ഷ്മമായ രീതികളിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത. അവബോധവും വിവേചന അധികാരവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർണിംഗ് സൈൻസ് തിരിച്ചറിയാനും സ്വയം പരിരക്ഷിക്കാനും കഴിയും. ദുഷ്ടരായ ആളുകൾ കൊമ്പുകളോ വാലോ ഉപയോഗിച്ച് പ്രത്യക്ഷപ്പെടുന്നില്ല. പകരം അവരുടെ പ്രവൃത്തികൾ അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് തുറന്നുകാട്ടുന്നു. അവർ സ്വന്തം നേട്ടത്തിനായി കൃത്രിമം കാണിക്കുകയും ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നിങ്ങളുടെ ദയ നിങ്ങൾക്കെതിരായ ഒരു ഉപകരണമായി അവർ ഉപയോഗിക്കുന്നു. അവരെ തിരിച്ചറിയാൻ നിങ്ങളൊരു ഡിറ്റക്റ്റീവ് ആകേണ്ടതില്ല എന്നതാണ് പ്രോത്സാഹജനകമായ ഭാഗം. പുരാതന തത്വചിന്തകർ മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് കാലാതീതമായ ജ്ഞാനം വാഗ്ദാനം ചെയ്തു. ദോഷകരമായ വ്യക്തികളെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മുടെ സമാധാനം എങ്ങനെ സംരക്ഷിക്കാമെന്നും നമ്മെ അവർ പഠിപ്പിച്ചു. ഈ വീഡിയോയിൽ നിങ്ങളൊരു ദുഷ്ട വ്യക്തിയുമായി ഇടപെടുന്നതിൻ്റെ വ്യക്തമായ 10 അടയാളങ്ങൾ നമ്മൾ കണ്ടെത്തും. നിങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത അടയാളങ്ങളാണ്. ഈ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ ഊർജം സംരക്ഷിക്കാനും മനസ്സിനെ ശക്തിപ്പെടുത്താനും കൂടുതൽ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും കൂടി ജീവിതം നയിക്കാനും നിങ്ങളെ സഹായിക്കും. ആദ്യമേ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. 1. നിരന്തരമായ കൃത്രിമത്വം. ധാരാളം ഭയമുള്ളവന് കൃത്രിമം കാണിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഇതൊരു ദാർശനിക പ്രസ്താവന മാത്രമല്ല, അതൊരു മുന്നറിയിപ്പാണ്. കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ സത്യസന്ധതയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല. യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ചും വഞ്ചനയെ ആയുധമായി ഉപയോഗിച്ചും അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഞാൻ ഒരിക്കൽ ആഴത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സഹപ്രവർത്തകനോടൊപ്പം ജോലി ചെയ്തു. പരസ്യമായി അദ്ദേഹം എന്നെ നിരന്തരം പ്രശംസിച്ചു, എന്നെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്തു. എന്നാൽ അടച്ച വാതിലുകൾക്ക് പിന്നിൽ അദ്ദേഹം എൻ്റെ ജോലിയെ നിശബ്ദമായി ദുർബലപ്പെടുത്തി. ചെറിയ തെറ്റുകൾ പെരുപ്പിച്ചു കാണിക്കുകയും മാനേജ്മെൻറ്റിന് മുന്നിൽ അവയെ പ്രധാന പ്രശ്നങ്ങളായി അവതരിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ടപ്പോൾ എന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നതെന്ന് അദ്ദേഹം ശാന്തമായി തറപ്പിച്ചു പറഞ്ഞു. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തു. ഞാൻ അമിതമായി പ്രതികരിക്കുകയായിരുന്നോ? ഞാൻ ശരിക്കും പരാജയപ്പെടുകയായിരുന്നോ? പതുക്കെ എൻ്റെ സ്വന്തം കഴിവുകളെ ഞാൻ സംശയിക്കാൻ തുടങ്ങി. എന്നാൽ ഒടുവിൽ ഞാൻ സത്യം മനസ്സിലാക്കി. അദ്ദേഹം എന്നെ സഹായിക്കുകയായിരുന്നില്ല, അദ്ദേഹം ആശ്രയത്വം സൃഷ്ടിക്കുകയായിരുന്നു. വിജയിക്കാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ അംഗീകാരവും മാർഗനിർദ്ദേശവും ആവശ്യമാണെന്ന് അദ്ദേഹം എന്നെ വിശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ചു. കൃത്രിമത്വം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ ആത്മബോധത്തെയും ദുർബലപ്പെടുത്തുന്നു. കൃത്രിമത്വം കാണിക്കുന്നവർ നിയന്ത്രണം നേടുന്നതിനായി അരക്ഷിതാവസ്ഥയെ ചൂഷണം ചെയ്യുന്നു. അവർ മാത്രമേ നിങ്ങളെ മനസ്സിലാക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ നിങ്ങളെ നയിക്കാൻ കഴിയൂ, നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് അവർക്ക് മാത്രമേ അറിയൂ എന്ന് അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഒരു സദ്വൃത്തനായ വ്യക്തി മറ്റുള്ളവരെ ആശ്രിതത്വത്തിലേക്ക് അല്ല, സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. നിങ്ങളുടെ അതിരുകളോ വ്യക്തി സ്വാതന്ത്ര്യമോ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും അവരുടെ വഴി പിന്തുടരാൻ നിങ്ങളെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നുവെങ്കിൽ അതൊരു മുന്നറിയിപ്പ് അടയാളമായി എടുക്കുക. നിങ്ങൾ അവരുടെ കളി നിർത്തുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ സമാധാനവും ഭാവിയും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കുന്നു. കൃത്രിമത്വം കാണിക്കുന്നവരോട് നിങ്ങൾ വാദിക്കുകയോ അവർക്ക് മുന്നിൽ സ്വയം തെളിയിക്കുകയോ ചെയ്യേണ്ടതില്ല. വ്യക്തതയും ആത്മബോധവും മതി. അവരുടെ സ്വാധീനത്തിൽ നിന്ന് മാറി നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക. 2. ആകർഷണീയതയുടെ ഒരു മുഖം മൂടി. ഭാവങ്ങൾ എത്ര മിന്നുന്നതാണെങ്കിലും പലപ്പോഴും സത്യത്തെ മറയ്ക്കുന്നുവെന്ന് തത്വജ്ഞാനികൾ നമ്മെ ഓർമ്മിപ്പിച്ചു. വളരെ ആകർഷകമായി തോന്നുന്ന ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? അവരുടെ പുഞ്ചിരി പൂർണ്ണതയുള്ളതായി തോന്നി, അവരുടെ വാക്കുകൾ ആശ്വാസദായകവും അവരുടെ ശ്രദ്ധ ലഹരി ഉളവാക്കുന്നതുമാണ്. ഒറ്റ നോട്ടത്തിൽ അവർ കുറ്റമറ്റതായി തോന്നി, എന്നാൽ കാലക്രമേണ എന്തോ ഒന്ന് തോന്നി. ആകർഷണീയത യഥാർത്ഥമാകുമ്പോൾ വിശ്വാസവും അർത്ഥവത്തായ ബന്ധങ്ങളും കെട്ടിപ്പടുക്കുന്നു. എന്നാൽ ഒരു കൃത്രിമ വ്യക്തിയുടെ കൈകളിൽ ആകർഷണീയത ഒരു ആയുധമായി മാറുന്നു. നിങ്ങളെ എങ്ങനെ കാണുകയും അഭിനന്ദിക്കുകയും വൈകാരികമായി ബന്ധിപ്പിക്കുകയും ചെയ്യാമെന്ന് അവർക്ക് അറിയാം. അവർ സ്വയം തികഞ്ഞ സുഹൃത്ത്, പങ്കാളി അല്ലെങ്കിൽ ഉപദേഷ്ടാവ് ആയി അവതരിപ്പിക്കുന്നു. എന്നാൽ പ്രകടനത്തിന് പിന്നിൽ സ്വാർത്ഥ ഉദ്ദേശമുണ്ട്. ദുഷ്ടന്മാർ പലപ്പോഴും സ്വാർത്ഥത, വഞ്ചന, കൃത്രിമത്വം എന്നിവ മറയ്ക്കാൻ ആകർഷണീയത ഉപയോഗിക്കുന്നു. ആളുകൾ കാണുമ്പോൾ ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നതല്ല, പകരം ഒന്നും നൽകാൻ കഴിയാത്തവരോട് അവർ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് സ്വഭാവത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം. എല്ലാവർക്കും പ്രത്യേകമായി തോന്നാൻ ഇടയാക്കിയ ഒരാളെ എനിക്ക് ഒരിക്കൽ അറിയാമായിരുന്നു. അദ്ദേഹം നിരന്തരം മറ്റുള്ളവരെ പ്രശംസിക്കുകയും അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ഞാനൊരു മാതൃക ശ്രദ്ധിച്ചു. അവൻ്റെ ദയ എപ്പോഴും ഒരു മറഞ്ഞിരിക്കുന്ന ഉദ്ദേശത്തോടെയാണ് വന്നത്. ഒരാളിൽ നിന്ന് ഇനി പ്രയോജനം നേടാൻ കഴിയാതെ വന്നപ്പോൾ അവൻ സ്വയം അകന്നു നിൽക്കുകയും ഒരിക്കൽ താൻ പ്രശംസിച്ച ആളുകളെക്കുറിച്ച് പലപ്പോഴും മോശമായി സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അവബോധത്തെ അവഗണിക്കരുത്. ആരുടെയെങ്കിലും ആകർഷണീയത നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കൃത്രിമത്വമുള്ള ആളുകൾ ചുവന്ന പതാകകളെ അവഗണിക്കാനും അവർ സൃഷ്ടിക്കുന്ന മിഥ്യയെ വിശ്വസിക്കാനുമുള്ള നിങ്ങളുടെ സന്നദ്ധതയെ ആശ്രയിക്കുന്നു. സത്യത്തിന് അലങ്കാരം ആവശ്യമില്ല.
യഥാർത്ഥ ദയ സ്വയം സംസാരിക്കുന്നു. യഥാർത്ഥ നന്മയ്ക്ക് ഒരു മുഖംമൂടിയും ആവശ്യമില്ല. അതിനാൽ കാഴ്ചകൾക്കപ്പുറം നോക്കുക, പ്രവൃത്തികളിൽ ശ്രദ്ധ ചെലുത്തുക. കാരണം പ്രവൃത്തികൾ എല്ലായ്പ്പോഴും സത്യം വെളിപ്പെടുത്തുന്നു. 3. മനസ്സാക്ഷിയില്ലാത്ത നുണകൾ. നിങ്ങളുടെ വാഗ്ദാനം ലംഘിക്കാനോ നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും വെറുക്കാനോ നിങ്ങളെ നിർബന്ധിക്കുന്ന ലാഭകരമായ ഒന്നിനെയും ഒരിക്കലും വിലമതിക്കരുത്. സത്യസന്ധരായ ആളുകൾ സത്യത്തെ വിലമതിക്കുന്നത് അത് സത്യസന്ധതയെ പ്രതിഫലിപ്പിക്കുന്നതിനാലാണ്. എന്നാൽ ദ്രോഹികളായ വ്യക്തികൾക്ക് സത്യം ഒരു തടസ്സം മാത്രമാണ്. അവർ ആകസ്മികമായി കള്ളം പറയുന്നില്ല, അവർ തന്ത്രപരമായി കള്ളം പറയുന്നു. അധികാരം നേടാനും ഉത്തരവാദിത്തം ഒഴിവാക്കാനും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ കൈകാര്യം ചെയ്യാനും വേണ്ടിയാണ് അവരുടെ വഞ്ചന ശ്രദ്ധാപൂർവം തയ്യാറാക്കിയിരിക്കുന്നത്. നേട്ടങ്ങളെ പ്രധാനപ്പെട്ടതായി കാണിക്കാൻ നിരന്തരം പെരുപ്പിച്ചു കാണിക്കുന്ന ഒരു സുഹൃത്തിനെ സങ്കല്പിക്കുക. ഒരു ദിവസം വിജയകരമായ ഒരു പ്രോജക്റ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവൾ അവകാശപ്പെടുന്നു. എന്നാൽ പിന്നീട് ഇമെയിലുകളിലൂടെയും രേഖകളിലൂടെയും അവളുടെ കഥ തെറ്റാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു. അഭിമുഖീകരിക്കുമ്പോൾ അവൾ ഉത്തരവാദിത്വം നിരസിക്കുകയും പകരം സാഹചര്യം തെറ്റിദ്ധരിച്ചതായി നിങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നു. മാസ്റ്റർ മാനിപ്പുലേറ്റർമാർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ സ്വന്തം ഓർമ്മയെയും വിധിന്യായത്തെയും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതുവരെ അവർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നു. കാലക്രമേണ അവരുടെ നുണകൾ ആശയക്കുഴപ്പവും വൈകാരിക ക്ഷീണവും സൃഷ്ടിക്കുന്നു. എന്നാൽ നുണകൾക്ക് ഒരു ബലഹീനതയുണ്ട്. അവയ്ക്ക് നിരന്തരമായ പരിപാലനം ആവശ്യമാണ്. സത്യത്തിന് അങ്ങനെയല്ല. സത്യം സ്ഥിരമായി തുടരുന്നു. അതേസമയം വഞ്ചന ഒടുവിൽ സ്വന്തം ഭാരത്തിൽ തകരുന്നു. സ്വയം പരിരക്ഷിക്കാൻ പൊരുത്തക്കേടുകൾ ശ്രദ്ധിക്കുക. സമ്മർദ്ദത്തിൽ അവരുടെ കഥകൾ മാറുന്നുണ്ടോ? അവരുടെ പ്രവൃത്തികൾ അവരുടെ വാക്കുകൾക്ക് വിരുദ്ധമാണോ? വാഗ്ദാനങ്ങളിലൂടെയല്ല, പെരുമാറ്റത്തിലൂടെ സ്വഭാവത്തെ വിലയിരുത്താൻ കഴിയണം. സത്യസന്ധത ഒരു മാതൃകയായി മാറുമ്പോൾ അത് അവഗണിക്കരുത്. ചോദ്യങ്ങൾ ചോദിക്കുക, വ്യക്തത ആവശ്യപ്പെടുക, അതിരുകൾ നിശ്ചയിക്കുക. ആവശ്യമെങ്കിൽ അകന്നു പോകുക. വഞ്ചനയ്ക്ക് പ്രതിജ്ഞാബദ്ധനായ ഒരാൾക്ക് ത്യാഗം ചെയ്യുമ്പോൾ ഓർക്കുക, സമാധാനം വളരെ വിലപ്പെട്ടതാണ് എന്ന്. 4. സമാനുഭാവത്തിൻ്റെ അഭാവം അഥവാ ലാക്ക് ഓഫ് എംപതി. മനുഷ്യൻ പരസ്പരം ഐക്യത്തോടെ ജീവിക്കുന്നതിനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് തത്വജ്ഞാനികൾ വിശ്വസിച്ചു. സമാനുഭാവമാണ് പരസ്പരം ബന്ധപ്പെടാനും പിന്തുണയ്ക്കാനും മനസ്സിലാക്കാനും നമ്മെ അനുവദിക്കുന്നത്. എന്നാൽ ദുഷ്ടരായ ആളുകൾക്ക് പലപ്പോഴും സമാനുഭാവം പൂർണ്ണമായുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ വികാരങ്ങളുള്ള മനുഷ്യരല്ല, അവർ ഉപയോഗിക്കേണ്ട വെറും ഉപകരണങ്ങളാണ്. വേദനാജനകമായ ഒരു പോരാട്ടത്തെക്കുറിച്ച് ആരോടെങ്കിലും തുറന്നു പറയുന്നത് സങ്കല്പിക്കുക. അവർ നിങ്ങളുടെ വികാരങ്ങളെ തള്ളിക്കളയുകയും സംഭാഷണം ഉടൻ തന്നെ അവരിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യും. അനുകമ്പയ്ക്ക് പകരം നിങ്ങൾക്ക് നിസ്സംഗത ലഭിക്കുന്നു. പിന്തുണയ്ക്ക് പകരം നിങ്ങൾക്ക് അദൃശ്യത തോന്നുന്നു. ഈ പെരുമാറ്റം ആകസ്മികമല്ല. തങ്ങൾക്കപ്പുറത്തുള്ള ആരെയും ശ്രദ്ധിക്കാനുള്ള ആഴത്തിലുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ മനസ്സില്ലായ്മ ഇത് വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ ഈ വ്യക്തികൾ മറ്റുള്ളവരുടെ വേദനയിൽ നിശബ്ദ സംതൃപ്തി കണ്ടെത്തുന്നതായി തോന്നുന്നു. സമാനുഭാവമില്ലാതെ ബന്ധങ്ങൾ തണുത്തതും ഏകപക്ഷീയവും വൈകാരികമായി തളർന്നു പോകുന്നതുമായി തോന്നുന്നു. കൃത്രിമത്വമുള്ള ആളുകൾ അത് അവർക്ക് ഗുണം ചെയ്യുമ്പോൾ കരുതുന്നതായി നടിച്ചേക്കാം. പക്ഷേ ഒടുവിൽ അവരുടെ മുഖം മൂടി തെറിക്കുന്നു. അവരുടെ യഥാർത്ഥ നിസ്സംഗത അവഗണിക്കാൻ അസാധ്യമായി തീരുന്നു. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക, നിങ്ങളുടെ സന്തോഷം യഥാർത്ഥത്തിൽ ആഘോഷിക്കുകയും കഷ്ടപ്പാടുകളിൽ നിങ്ങളുടെ അരികിൽ നിൽക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുക. യഥാർത്ഥ ബന്ധം ചൂഷണത്തിലല്ല, സഹാനുഭൂതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചിഹ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിലെ ഉള്ളടക്കം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കാനും ഉറപ്പാക്കുക. ഈ ഉൾക്കാഴ്ചകൾ നിങ്ങളുമായി പ്രതിധ്വനിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ അടയാളങ്ങൾ കാണുന്നു. നമുക്ക് ഒരുമിച്ച് പഠിക്കുന്നത് തുടരാം. 5. നിയന്ത്രണത്തിനായുള്ള വിശപ്പ്. ദുഷ്ടരായ ആളുകൾക്ക് നിയന്ത്രണം വെറുമൊരു ആഗ്രഹമല്ല, അതൊരു ആവശ്യകതയാണ്. അവർ നിങ്ങളുടെ തീരുമാനങ്ങളിലും വികാരങ്ങളിലും ബന്ധങ്ങളിലും നിങ്ങളുടെ ചിന്തകളിലും പോലും ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ബാഹ്യ സാഹചര്യങ്ങളിലല്ല, നിങ്ങളുടേത് മാത്രമാണെന്ന് മാർക്കസ് ഔറേലിയസ് പഠിപ്പിച്ചു. കൃത്രിമത്വമുള്ള വ്യക്തികൾ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ ജ്ഞാനിയും പിന്തുണയും നൽകുന്ന ഒരാളെ എനിക്ക് ഒരിക്കൽ അറിയാമായിരുന്നു. അവരുടെ ഉപദേശം ചിന്തനീയമായി തോന്നി. ഞാൻ അവരെ ആഴത്തിൽ വിശ്വസിച്ചു. എന്നാൽ ക്രമേണ എല്ലാ സംഭാഷണങ്ങളിലും സൂക്ഷ്മമായ വിമർശനം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർ എൻ്റെ വിധിന്യായത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിവില്ലെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാന പദ്ധതിയിൽ ചേരാൻ ഞാൻ ആലോചിച്ചു. പക്ഷേ എനിക്ക് വേണ്ടത്ര യോഗ്യതയില്ലെന്ന് അവർ എന്നെ ബോധ്യപ്പെടുത്തി. പകരം അവരെ ചുമതലയേൽക്കാൻ അനുവദിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ആശ്രയിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ആളുകളെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ വൈകാരികമായി കുടുങ്ങിക്കിടക്കാൻ കുറ്റബോധം, ലജ്ജ, ഭയം, വാത്സല്യം എന്നിവ പോലും അവർ ഉപയോഗിക്കുന്നു. കാലക്രമേണ നിങ്ങൾ സ്വയം സംശയിക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ സ്വന്തം സഹജ അവബോധത്തിലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സ്വാതന്ത്ര്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം.
നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആർക്കും വിട്ടുകൊടുക്കേണ്ടതില്ല. ഒരു ലളിതമായ ചോദ്യം സ്വയം ചോദിക്കുക: ഇതെൻ്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ആ ഉത്തരം നിങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കട്ടെ. നിങ്ങളുടെ സ്വയം ഭരണമാണ് നിങ്ങളുടെ ശക്തി. അതിനെ ശക്തമായി സംരക്ഷിക്കുക. നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്ന ആളുകൾ നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും, അടിച്ചമർത്തുകയില്ല. അവർ ആശ്രയത്വത്തിന് പ്രചോദനം നൽകും, ആത്മവിശ്വാസത്തിന് പ്രചോദനം നൽകും. ഉറച്ചു നിൽക്കുകയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുക. 6. കുറ്റപ്പെടുത്തൽ ഗെയിമുകളും വ്യതിചലനവും. പലരും വിധിയേക്കാൾ വിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നുവെന്നും കൃത്രിമത്വം കാണിക്കുന്നവർ ഈ ബലഹീനത പൂർണ്ണമായും മുതലെടുക്കുന്നുവെന്നും തത്വജ്ഞാനികൾ നിരീക്ഷിച്ചു. അവരുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം അവർ നിരന്തരം മറ്റുള്ളവരിലേക്ക് കുറ്റം മാറ്റുന്നു. ഓരോ പ്രശ്നവും മറ്റൊരാളുടെ തെറ്റായി മാറുന്നു. ഓരോ തെറ്റും ഒരു ഒഴികഴിവോടെയാണ് വരുന്നത്. ഓരോ പരാജയവും അവർ ഇരയാകുന്ന ഒരു കഥയായി മാറുന്നു. ഒരിക്കൽ ഞാൻ ഒരു സുഹൃത്തിനൊപ്പം ഒരു പ്രധാന പദ്ധതിയിൽ അടുത്ത് പ്രവർത്തിച്ചു. കാര്യങ്ങൾ തകരാൻ തുടങ്ങിയപ്പോൾ സ്വന്തം തെറ്റുകൾ സമ്മതിക്കുന്നതിന് പകരം അവൾ എൻ്റെ സംഘടനാ കഴിവുകളെ വിമർശിക്കുകയും പ്രശ്നങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണെന്ന് സൂക്ഷ്മമായി സൂചിപ്പിക്കുകയും ചെയ്തു. അവളുടെ സ്വരം ശാന്തവും ക്രിയാത്മകവുമായിരുന്നു. അത് എന്നെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റേതല്ലാത്ത തെറ്റുകളുടെ കുറ്റബോധം ചുമക്കാൻ ഞാൻ കൃത്രിമം കാണിക്കുകയായിരുന്നു. ഇതുപോലുള്ള ആളുകൾ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതിൽ വിദഗ്ധരാണ്. നിങ്ങൾ ഒരിക്കലും വരുത്താത്ത കാര്യങ്ങൾക്ക് ക്ഷമാപണം നടത്താൻ തുടങ്ങുന്നതുവരെ അവർ നിങ്ങളുടെ സഹാനുഭൂതിയും സംവേദനക്ഷമതയും ചൂഷണം ചെയ്യുന്നു. അവരുടെ കഥകളിൽ അവർ എല്ലായ്പ്പോഴും നിരപരാധികളാണ്. എങ്ങനെയോ നിങ്ങൾ വില്ലനായി മാറുന്നു. എന്നാൽ ഇത് ഓർമ്മിക്കുക: ഉത്തരവാദിത്തം പക്വതയുടെയും സത്യസന്ധതയുടെയും അടയാളമാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് നിരന്തരം ഒഴിഞ്ഞു മാറുന്ന ആളുകൾ അവരുടെ ഉള്ളിലെ ഒരു ആഴത്തിലുള്ള പ്രശ്നം വെളിപ്പെടുത്തുന്നു. അവരുടെ കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ധാരണയെ വളച്ചൊടിക്കാൻ അനുവദിക്കരുത്. വൈകാരിക കൃത്രിമത്വത്തെക്കാൾ വസ്തുതകളെ വിശ്വസിക്കുക. നിങ്ങളുടേതല്ലാത്ത ഭാരങ്ങൾ ഒരിക്കലും ചുമക്കരുത്. സത്യം സ്വയം നിലകൊള്ളുന്നു. കൃത്രിമത്വമുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ വസ്തുനിഷ്ഠമായി തുടരുകയും വികാരങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വസ്തുതകളിൽ ഉറച്ചു നിൽക്കുക. തെറ്റായ ആരോപണങ്ങളെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങളെയോ ചോദ്യം ചെയ്യാൻ ഭയപ്പെടരുത്. ആരെങ്കിലും നിങ്ങളുടെ മേൽ കുറ്റം ചുമത്താൻ ശ്രമിക്കുമ്പോൾ ശാന്തമായും എന്നാൽ ദൃഢമായും വ്യക്തത ആവശ്യപ്പെടുക. ഇത് അവരുടെ മാനസിക കെണികളിൽ വീഴുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം സമഗ്രതയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ വ്യക്തമായ അതിരുകൾ സ്ഥാപിക്കുക. ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സൃഷ്ടിക്കുന്ന ഗെയിമുകളിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുക. നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാൻ അവരെ അനുവദിക്കരുത്. സമഗ്രതയും ഉത്തരവാദിത്തവും ശക്തമായ സ്വഭാവത്തിന്റെ മുഖമുദ്രയാണ്. ആരെങ്കിലും നിരന്തരം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം ഒടുവിൽ വ്യക്തമാകും. നിങ്ങളുടെ ഉത്തരവാദിത്തം അവരെ പരിഹരിക്കുകയല്ല, അത് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുകയും അവരുടെ കുഴപ്പങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും ചെയ്യുക എന്നതാണ്. 7. വേദനയുടെ ആനന്ദം. ഒരു യഥാർത്ഥ ശുദ്രക്കാരൻ്റെ ഏറ്റവും അസ്വസ്ഥമായ സ്വഭാവങ്ങളിലൊന്ന് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് അവർ നേടുന്ന സംതൃപ്തിയാണ്. നമ്മെ മികച്ചതാക്കുന്ന ആളുകളുമായി സഹവസിക്കാനാണ് തത്വജ്ഞാനികൾ നമ്മെ ഉപദേശിച്ചത്. എന്നാൽ വിഷലിപ്തരായ വ്യക്തികൾ മറ്റുള്ളവരെ ഉയർത്തുന്നതിൽ താല്പര്യപ്പെടുന്നില്ല. പകരം അവർ താഴ്ത്തിക്കെട്ടാനും അപമാനിക്കാനും വേദനയിൽ ആനന്ദം കണ്ടെത്താനുമുള്ള അവസരങ്ങൾ തേടുന്നു. ഈ പെരുമാറ്റം പലപ്പോഴും സൂക്ഷ്മമായി ആരംഭിക്കുന്നു. ഇത് പരിഹാസമായോ, ഒരാളുടെ പരാജയത്തെ പരിഹസിക്കുന്നതായോ, മറ്റൊരാളുടെ നിർഭാഗ്യത്തെ പരിഹസിക്കുന്നതായോ തോന്നാം. ആദ്യം ഈ പ്രവൃത്തികൾ നിരുപദ്രവകരമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ കാലക്രമേണ അവ വളരെ ഇരുണ്ട എന്തെങ്കിലും വെളിപ്പെടുത്തുന്നു. അത്തരം ആളുകൾ പരിശ്രമത്തിലൂടെയോ യോഗ്യതയിലൂടെയോ വരുന്നില്ല. മറ്റുള്ളവരെ തകർത്തുകൊണ്ട് അവർ ഉന്നതരാണെന്ന് തോന്നാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ അസാധാരണമായി രസിക്കുന്ന ഒരാളെ എനിക്കൊരിക്കൽ അറിയാമായിരുന്നു. ഒരു ദിവസം ഒരു സഹപ്രവർത്തകയെ ജോലിസ്ഥലത്ത് പരസ്യമായി വിമർശിച്ചപ്പോൾ അവൾ ചിരിച്ചു. ആദ്യം അവൾ വെറും സംവേദനക്ഷമതയില്ലാത്തവളാണെന്ന് ഞാൻ കരുതി. എന്നാൽ ഒടുവിൽ മറ്റുള്ളവർ ലജ്ജിക്കുന്നത് കാണുന്നത് അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അത് അവളെ കൂടുതൽ ശക്തയാക്കി. സഹാനുഭൂതിയോ പിന്തുണയോ കാണിക്കുന്നതിന് പകരം സ്വയം ഉയർത്താനുള്ള ആളുകളുടെ പോരാട്ടങ്ങളെ അവൾ വലുതാക്കി. പ്രതികൂലാവസ്ഥ ജ്ഞാനം പഠിപ്പിക്കുന്നു. എന്നാൽ ദ്രോഹികളായ വ്യക്തികൾക്ക് പ്രതികൂലാവസ്ഥ ഒരു ഉപകരണമായി മാറുന്നു. അവളുടെ സന്തോഷം നേട്ടത്തിൽ നിന്നോ വളർച്ചയിൽ നിന്നോ വരുന്നില്ല. അത് മറ്റുള്ളവർ ഇടറുന്നത് കാണുന്നതിലൂടെയാണ്. അവർ കുശുകുശുക്കുകയും അട്ടിമറിക്കുകയും സ്വന്തം അഹങ്കാരത്തെ പോഷിപ്പിക്കാൻ വേണ്ടി നിഷേധാത്മകത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പെരുമാറ്റത്തിൻ്റെ കാതൽ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയാണ്. സ്വന്തം ശൂന്യതയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ മറ്റുള്ളവർ കഷ്ടപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഈ സംതൃപ്തി ഒരിക്കലും നിലനിൽക്കില്ല. നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനും വളർച്ചയെയും സമാധാനത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ബന്ധങ്ങൾ തിരഞ്ഞെടുക്കാനുമാണ്. അടയാളങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. കഷ്ടപ്പാടുകളുള്ള നിസ്സംഗത, മറ്റുള്ളവരുടെ വേദന ആസ്വദിക്കൽ, അല്ലെങ്കിൽ നർമ്മം പോലെ വേഷം മാറി നിരന്തരമായ വിമർശനം, ഇവ വ്യക്തമായ മുന്നറിയിപ്പുകളാണ്. അത്തരം വ്യക്തികളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക. വേദന ആഘോഷിക്കുന്ന ആളുകളുമായി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ സമാധാനവും ആത്മാഭിമാനവും പതുക്കെ ചോർത്തുന്നു.
പകരം നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷിക്കുന്ന, നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പാകാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരുമായി നിങ്ങളെ ചുറ്റിപ്പറ്റുക. യഥാർത്ഥ സന്തോഷം ഒരിക്കലും മറ്റൊരാളുടെ കഷ്ടപ്പാടുകളിൽ കെട്ടിപ്പടുക്കുന്നില്ല. പങ്കിട്ട വിജയം, ബഹുമാനം, യഥാർത്ഥ ബന്ധം എന്നിവയിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 8. ഒരു ആയുധമായി ഒറ്റപ്പെടൽ. മനുഷ്യർ പരസ്പരം സഹകരിക്കുന്നതിനാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ ശക്തി, ബന്ധം, ഐക്യം, പിന്തുണയ്ക്കുന്ന ബന്ധങ്ങൾ എന്നിവയിൽ നിന്നാണ്. എന്നാൽ കൃത്രിമത്വമുള്ള വ്യക്തികൾ ഇത് നന്നായി മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന് ഒറ്റപ്പെടലാകുന്നത്. പ്രിയപ്പെട്ടവരിൽ നിന്നോ, വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നോ, പിന്തുണയ്ക്കുന്ന സമൂഹങ്ങളിൽ നിന്നോ നിങ്ങളെ വേർപെടുത്തുന്നതിലൂടെ അവർ നിങ്ങളുടെ വൈകാരിക അടിത്തറയെ ദുർബലപ്പെടുത്തുകയും നിങ്ങളെ നിയന്ത്രിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. എനിക്കൊരു കാലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു. തുടക്കത്തിൽ കരുതലും സംരക്ഷണവും നൽകുന്നതായി തോന്നിയിരുന്നു. എന്നാൽ കാലക്രമേണ അവൾ എനിക്ക് ഏറ്റവും അടുത്ത ആളുകളെക്കുറിച്ച് സൂക്ഷ്മമായ നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ പറയുമായിരുന്നു. ആദ്യം ഞാൻ അവളുടെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. അവൾ സംരക്ഷണം നൽകുന്നവളാണെന്ന് ഞാൻ കരുതി. എന്നാൽ ക്രമേണ അവളുടെ വാക്കുകൾ എനിക്കും എന്നെ എപ്പോഴും പിന്തുണച്ച ആളുകൾക്കും ഇടയിൽ സംശയവും അകലവും സൃഷ്ടിച്ചു. ഞാനത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്നെ അടിസ്ഥാനപരമായി നിലനിർത്തിയ ബന്ധങ്ങളിൽ നിന്ന് തന്നെ ഞാൻ പിന്മാറാൻ തുടങ്ങിയിരുന്നു. ഈ തന്ത്രം യാദൃച്ഛികമല്ല. വിഷലിപ്തരായ വ്യക്തികൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, കാരണം ഒറ്റപ്പെടൽ ആസക്തി സൃഷ്ടിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ വിച്ഛേദിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ചിന്തകളിലും വികാരങ്ങളിലും അവർ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാൻ അവർ ആഗ്രഹിക്കാത്ത സത്യം ഇതാണ്: ആരോഗ്യകരമായ ബന്ധങ്ങളിൽ നിന്നാണ് യഥാർത്ഥ ശക്തി വരുന്നത്. യഥാർത്ഥ ബന്ധങ്ങൾ കാഴ്ചപ്പാട്, വൈകാരിക പിന്തുണ, പ്രതിരോധശേഷി എന്നിവ നൽകുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റപ്പെടലോ വിച്ഛേദിക്കപ്പെടലോ അനുഭവപ്പെടാൻ തുടങ്ങിയാൽ താൽക്കാലികമായി നിർത്തി ചിന്തിക്കുക. നിങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുക. വിശ്വസ്തരായ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും തുറന്ന് സംസാരിക്കുക. ജീവിതത്തിലെ ദുഷ്കരമായ സമയങ്ങളിൽ പോലും വൈകാരികമായി ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നങ്കൂരങ്ങളാണ് ആ ബന്ധങ്ങൾ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരല്ല. നമ്മളൊരു വലിയ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥ ബന്ധങ്ങൾ നമുക്കുള്ള ശക്തിയുടെ ഏറ്റവും വലിയ സ്രോതസ്സുകളിൽ ഒന്നാണ്. ആ ബന്ധങ്ങളെ ശ്രദ്ധാപൂർവം സംരക്ഷിക്കുക, കാരണം അവ കൃത്രിമത്വത്തിനും വൈകാരിക നിയന്ത്രണത്തിനും മുകളിൽ ഉയരാൻ നിങ്ങളെ സഹായിക്കും. 9. വേഷം മാറിയുള്ള അസൂയ. വ്യാജ ദയയ്ക്കും വ്യാജ ഉത്കണ്ഠയ്ക്കും പിന്നിൽ മറഞ്ഞിരിക്കുമ്പോൾ അസൂയ പ്രത്യേകിച്ച് അപകടകരമാകും. അസൂയയെ ആത്മാവിൻ്റെ വ്രണമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അസൂയയുള്ള ആളുകൾ പലപ്പോഴും അവരുടെ അരക്ഷിതാവസ്ഥയെ ഉപദേശം, വിമർശനം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയായി മറയ്ക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷവും വിജയവും ആഘോഷിക്കാൻ ഈ വ്യക്തികൾ പാടുപെടുന്നു. പകരം അവർ നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കാനും നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യാനും സൂക്ഷ്മമായി ശ്രമിക്കുന്നു. എൻ്റെ നേട്ടങ്ങളെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ഒരു പ്രധാന പ്രോജക്റ്റ് പൂർത്തിയാക്കിയ ശേഷം എനിക്ക് അഭിമാനം തോന്നി. അവൾ പറഞ്ഞു, അത് വളരെ മികച്ചതാണ്, പക്ഷെ നിങ്ങൾക്ക് ഉയർന്ന നിലവാരത്തിൽ എത്തണമെങ്കിൽ അടുത്ത തവണ നിങ്ങൾ സ്വയം കൂടുതൽ കഠിനാധ്വാനം ചെയ്യണം. ആദ്യം അത് സഹായകരമായ ഫീഡ്ബാക്ക് പോലെ തോന്നി. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവളുടെ വാക്കുകൾക്ക് പിന്നിൽ എന്തോ ആഴത്തിലുള്ള ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ നേട്ടം ആഘോഷിക്കുന്നതിന് പകരം അവൾ അതിനെ സൂക്ഷ്മമായി നിസ്സാരീകരിക്കുകയായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നില്ല അവളുടെ ലക്ഷ്യം. എന്നെ അപര്യാപ്തനാക്കി മാറ്റുക എന്നതായിരുന്നു അത്. അസൂയാലുക്കളായ ആളുകൾ അപൂർവമായി പരസ്യമായി ആക്രമിക്കുന്നു. പകരം അവർ നിങ്ങളുടെ മനസ്സിൽ ചെറിയ സംശയത്തിന്റെ വിത്തുകൾ വിതറുന്നു. നീ നന്നായി ചെയ്തു, പക്ഷേ അമിത ആത്മവിശ്വാസം നേടരുത്, അല്ലെങ്കിൽ മറ്റൊരാൾ അതിലും കൂടുതൽ നേടിയെങ്കിലും അത് ശ്രദ്ധേയമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞേക്കാം. ഈ പെരുമാറ്റം യഥാർത്ഥ ആശങ്കയല്ല, ഉപദേശമായി വേഷം മാറിയ അരക്ഷിതാവസ്ഥയാണിത്. അവർക്ക് നിങ്ങളുടെ വെളിച്ചം ആഘോഷിക്കാൻ കഴിയില്ല, കാരണം അത് അവർക്കുള്ളിൽ അനുഭവപ്പെടുന്ന ഇരുട്ടിനെ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായി വളരുന്നതിന് പകരം അവർ മറ്റുള്ളവരെ വൈകാരികമായി ചുരുക്കാൻ ശ്രമിക്കുന്നു. പ്രശംസ ആത്മാർത്ഥതയില്ലാത്തതായി തോന്നുകയോ വിമർശനം വിചിത്രമായി നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്താൽ ആ വികാരത്തിൽ ശ്രദ്ധ ചെലുത്തുക. യഥാർത്ഥത്തിൽ ദയയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ വിജയത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആഘോഷിക്കുകയും വളരാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിരുകൾ നിശ്ചയിച്ച് നിങ്ങളുടെ പുരോഗതിയെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്ന ആളുകളുമായി സ്വയം പരിരക്ഷിക്കുക. അരക്ഷിതരായ ആളുകളെ സുഖകരമാക്കാൻ ഒരിക്കലും നിങ്ങളുടെ വെളിച്ചം മങ്ങിക്കരുത്. മറ്റൊരാൾക്ക് ഭീഷണി തോന്നുന്നു എന്നതുകൊണ്ട് നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. നിങ്ങളുടെ മൂല്യത്തിൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുക, തിളങ്ങുക. 10. അനുതാപമില്ലാത്ത ഹൃദയം. ദുഷ്ടനായ വ്യക്തിയുടെ ഏറ്റവും വ്യക്തമായ ലക്ഷണങ്ങളിലൊന്ന് അനുതാപമില്ലാത്ത ഹൃദയമാണ്. ഒരു നല്ല വ്യക്തി എന്തായിരിക്കണമെന്ന് അനന്തമായി ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നാൽ വിഷലിപ്തമായ വ്യക്തികൾ പലപ്പോഴും നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അവർ വിനാശകരമായ പെരുമാറ്റങ്ങളിൽ പറ്റി നിൽക്കുന്നു, ഉത്തരവാദിത്വം നിരസിക്കുന്നു. അവർ ഉണ്ടാക്കുന്ന ദോഷം പരിഹരിക്കാൻ ഒരിക്കലും ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല. പകരം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുകയും പ്രശ്നം എപ്പോഴും മറ്റെവിടെയോ ആണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക. അവൻ എപ്പോഴും എല്ലാ തെറ്റിനും ഒരു ഒഴികഴിവ് തയ്യാറാക്കിയിരുന്നു.
അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ക്ഷമാപണം നടത്താൻ വിസമ്മതിച്ചു. പകരം അവർ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തി, ഉത്തരവാദിത്തം മാറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവരും തുല്യ കുറ്റക്കാരാണെന്ന് വാദിച്ചു. അവരുടെ ദോഷകരമായ പെരുമാറ്റത്തെക്കുറിച്ച് ആരെങ്കിലും അവരെ നേരിട്ടപ്പോഴെല്ലാം അവർ ഉടനടി പ്രതിരോധത്തിലായി. അവർ വിമർശനം വഴിതിരിച്ചുവിട്ടു, മറ്റുള്ളവർ അമിതമായി പ്രതികരിക്കുന്നുവെന്ന് ആരോപിച്ചു, അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം പൂർണ്ണമായും ഒഴിവാക്കി. ഏറ്റവും ശ്രദ്ധേയമായത് അവർ മാറാൻ വിസമ്മതിച്ചു എന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് സമ്മതിക്കുന്നത് ബലഹീനതയായി തോന്നുന്നു. എന്നാൽ ആത്മപരിശോധന, ഉത്തരവാദിത്തം, തിരുത്തലുകൾ എന്നിവയ്ക്ക് വളരെയധികം ധൈര്യവും പക്വതയും ആവശ്യമാണെന്ന് ഒരു ജ്ഞാനി മനസ്സിലാക്കുന്നു. പശ്ചാത്താപമില്ലാത്ത ഹൃദയങ്ങളുള്ള ആളുകൾ സ്വന്തം കുറവുകളെ നേരിടാൻ തയ്യാറാകാത്തതിനാൽ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നിരസിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ തന്നെ ആരെങ്കിലും നിരന്തരം ഉത്തരവാദിത്തം ഒഴിവാക്കുമ്പോൾ അവരോട് വളരെ അടുത്ത് നിൽക്കുന്നതിൻ്റെ അപകടം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. തെറ്റുകൾ സമ്മതിക്കാൻ തക്ക എളിമയുള്ളവരും സ്വയം മെച്ചപ്പെടുത്താൻ തക്ക ശക്തിയുള്ളവരുമായ ആളുകളുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഊർജം നിക്ഷേപിക്കുക. അവരാണ് നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നത്. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ചിന്തകളിലും ആളുകളിലും നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കുക. അതിനാൽ ഇന്ന് ഒരു ദുഷ്ടൻ നിങ്ങൾ മനസ്സിലാക്കുന്നതിലും അടുത്തായിരിക്കാം എന്നതിൻ്റെ 10 വ്യക്തമായ അടയാളങ്ങളാണ് നമ്മൾ പര്യവേക്ഷണം ചെയ്തത്. ഈ അടയാളങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്നവയാണെങ്കിലും ഇത് ഓർമ്മിക്കുക, അവബോധമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം. കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ അവരുടെ തന്ത്രങ്ങൾ തിരിച്ചറിയുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ. നിങ്ങൾ അവരുടെ പാറ്റേണുകൾ വ്യക്തമായി കണ്ടുകഴിഞ്ഞാൽ സ്വയം സംരക്ഷിക്കാനും നിങ്ങളുടെ സമാധാനം നിലനിർത്താനും നിങ്ങളുടെ വൈകാരിക ക്ഷേമം സംരക്ഷിക്കാനുമുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സ്വന്തം മനസ്സിനെയും പ്രതികരണങ്ങളെയും നിയന്ത്രിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ ശക്തി വരുന്നത്. വിഷലിപ്തരായ വ്യക്തികൾ നിങ്ങളുടെ മാനസിക ഇടത്തിലേക്ക് കടന്നുകയറാനോ നിങ്ങളുടെ ആന്തരിക ശാന്തതയെ തകർക്കാനോ അനുവദിക്കരുത്. അതിരുകൾ നിശ്ചയിക്കുക, ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക. നിങ്ങളുടെ വെളിച്ചമാണ് അവർ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് ഒരിക്കലും മറക്കരുത്. ഈ വീഡിയോ അർത്ഥവത്തായി നിങ്ങൾക്ക് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃത്രിമത്വത്തിന് പകരം നിങ്ങൾ അവബോധം തിരഞ്ഞെടുക്കുന്നുവെന്ന് കാണിക്കുവാൻ ഞാൻ അടയാളങ്ങൾ കാണുന്നു എന്നിപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണും. അവിടെ നിങ്ങളുടെ ജ്ഞാനം വളർന്നുകൊണ്ടേയിരിക്കും.